നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിലെ 63-ാമത്തെ ശ്ലോകമാണ് ഇവിടെ നോക്കുന്നത്. 62-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ജീവത്വവും ബ്രഹ്മത്വവും എന്നതിനെ കുറിച്ചാണ്. ഈ ജീവബ്രഹ്മ വിചാരമാണ് പൂർണ്ണ സാക്ഷാത്കാരത്തിനുള്ള ഉത്തമമായ മാർഗം. വിചാരം ചെയ്യുന്ന ആൾക്ക്, അതായത് ചിന്തിക്കുന്ന ആൾക്ക് ഉപാധിനിഷ്ഠമായ ഈ ജീവത്വം വെറും ബ്രഹ്മമാണെന്ന് അചിരേണ തെളിയും, കാലക്രമേണ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. മണിദീപം പോലെ ആത്മാവ് സമാധിയിൽ പ്രകാശിക്കുകയും ചെയ്യുമെന്നാണ്. ഈ അനുഭവജ്ഞാനമാണ് 63-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ നമ്മോട് പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ലത്വം കലർന്നി തുലകാരത്തിനപ്പരിച്ചു തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. ലത്വം കലർന്നിതു ലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ എന്നാണ്. ഇവിടെ ലകാരത്തിന് ലത്വം കലർന്നു എന്നാണ്. ലത്വം കലർന്നിതു ലകാരത്തിന് എന്നാണ്. സംസ്കൃത ഭാഷയിലെ ല എന്ന അക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നു ചേർന്നു. പിന്നെയോ തത്വം നിനക്കിലൊരു, തത്വം നിനക്കിൽ, ഈ സത്യം ചെയ്തറിഞ്ഞാൽ, ഈ സത്യം വിചാരം ചെയ്തറിഞ്ഞാൽ, ചിന്തിച്ച് മനസ്സിലാക്കിയാൽ തവ ഒരു ജീവതത്വം, ജീവത്വം, തവ ജീവത്വം, പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അപ്പരിചു, അതുപോലെയേ കരുതാൻ കഴിയുകയുള്ളൂ എന്നാണ്. പിന്നെയോ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ, സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മരൂപം കൈക്കൊണ്ട് ഹൃദി നിൽക്കുന്ന നാഥ, ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നു ചേരുന്നു. സത്യം വിചാരം ചെയ്തറിഞ്ഞാൽ പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അതുപോലെയേ കരുതാൻ കഴിയുകയുള്ളൂ എന്നാണ്. സമാധിയിൽ ജ്വലിക്കുന്ന മണിദീപം പോലെ പരമാത്മസ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മണിദീപം പോലെ എന്നാണ് പറയുന്നത്. സംസ്കൃത ഭാഷയിൽ ല എന്ന അക്ഷരത്തിനും ള എന്ന അക്ഷരത്തിനുമുള്ള വ്യത്യാസമേ ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യാസഭേദമില്ല എന്ന് തന്നെ. ഈ അക്ഷരങ്ങൾക്ക് ഉച്ചാരണോപാധിയിൽ മാത്രമേ ഭേദമുള്ളൂ. ആലോചിച്ചാൽ, ചിന്തിച്ചാൽ അർത്ഥപ്രതീതിയിൽ ലായും ളായും ഒരുപോലെയാണ്. അതുകൊണ്ടാണല്ലോ ലയരോ ഭേദ എന്ന് പ്രസിദ്ധി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തത്വം വിചാരം ചെയ്തറിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും എന്താണ്? ഒന്നു തന്നെയാണ്. അന്ധക്കരണോപാധി മാത്രമാണ് ഭേദത്തിന്റെ തോന്നലിന് കാരണമായി ഭവിക്കുന്നത്. ഈ അന്ധക്കരണോപാധിയെ യോഗാപരിശീലനം കൊണ്ട് ഒഴിച്ചു മാറ്റിയാൽ ഹൃദയതലത്തിൽ ജീവാത്മാവു തന്നെ നിശ്ചലമായി ജ്വലിച്ചു നിൽക്കുന്ന മണിദീപം പോലെ പരമാത്മരൂപം കൈക്കൊണ്ട് തെളിയുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ചിത്തം ഉപശമിപ്പിച്ച് സമാധിയിൽ മുഴുകുന്ന യോഗിക്ക് കാറ്റില്ലാത്തിടത്തു കത്തുന്ന ദീപം എന്ന പോലെ നിശ്ചലമായി ആത്മാവ് പ്രകാശിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. നിവാതദീപത്തിനു പകരം ഇവിടെ ആചാര്യൻ പൊന്മണി വിളക്കെന്ന് കൽപ്പിച്ചത് അത്യന്തം ഉചിതമായിട്ടാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. പൊന്മണി വിളക്ക് നിശ്ചലമാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ കൽപ്പിച്ചു കാണിക്കുന്നത്. ലത്വം കലർന്നി തുലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ.